ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. ഭഗവാന്റെ ദാഹജലം. ഈശ്വരന്റെ അമ്മ 3 വരത്തിനായി പ്രാർത്ഥിച്ചു. ഈശ്വരൻ അത് അനുപമമായ വിധം സാധിച്ചും കൊടുത്തു. അതിലൊന്നാണ് ഭഗവാൻ നടപ്പാക്കിയ കുടിജല പദ്ധതി. മരുന്നും വിദ്യയും വെള്ളവും വിൽപ്പന ചരക്കുകളായത് ആധ്യാത്മിക ജ്ഞാനത്തിന്റെ അഭാവം മൂലം തന്നെ. ഈ ഭൂമിയിലുള്ള ഒന്നിന്റെയും ഉടമയും അവകാശിയും നമ്മളല്ല. നമുക്ക് ഉപയോഗിക്കാൻ മാത്രമുള്ളതാണ് അതെല്ലാം. നാം വായു ഉപയോഗിക്കുന്നത് പോലെ ആവശ്യത്തിൽ കൂടുതൽ വായു നാം ഉപയോഗിക്കാറില്ല, സംഭരിച്ചു വെക്കാറുമില്ല. അതുപോലെ തന്നെയാണ് എല്ലാ വിഭവങ്ങളോടും നാം സ്വീകരിക്കേണ്ട ഭാവം. ആഗ്രഹങ്ങളുടെ അതിര് ധർമ്മം മൂലം നിശ്ചയിച്ചിരിക്കുന്നു. ധർമ്മഗ്ലാനിയാണ് ദുസ്ഥിതിക്ക് കാരണവും. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായ 3 കാര്യങ്ങളിൽ ഭഗവാൻ ഇടപെട്ടു: വിദ്യ, വൈദ്യം, വെള്ളം. ബാല്യത്തിൽ ഞാൻ 7 കുടുംബങ്ങൾക്ക് വെള്ളം ചുമന്നു കൊണ്ടുവന്നു കൊടുത്തു. 70-ാം വയസ്സിൽ 750 ഗ്രാമങ്ങളിൽ വെള്ളം കൊടുക്കുന്നു. എന്റെ പ്രേമം കാലം ചെല്ലും തോറും വികസിക്കുന്നു. നിങ്ങളുടേതോ? 10,000-കണക്കിന് ഭക്തന്മാരോട് നൊമ്പരം കലർന്ന സ്വരത്തിൽ ഭഗവാൻ തിരക്കി. ആന്ധ്രയിലെ രൂക്ഷ വരൾച്ചബാധിത പ്രദേശങ്ങളിൽ കുടിജലം കൊടുത്തതിനു ശേഷം സംസാരിക്കുകയായിരുന്നു ഭഗവാൻ ബാബ. സത്യൻ കമലാപുരിയിൽ ജ്യേഷ്ഠനൊപ്പം താമസിക്കുന്ന കാലം. രൂക്ഷമായ വരൾച്ച. കിലോമീറ്ററുകൾ താണ്ടി വേണം വെള്ളം കൊണ്ടുവരാൻ. തോളിൽ ഒരു ദണ്ട് വെച്ച് അതിന്റെ മുന്നിലും പിന്നിലും കുടം കെട്ടിത്തൂക്കി ബാലസായി കുടിജലം ശേഖരിച്ചു കൊണ്ടുവരും. ഇത് കാണുമ്പോൾ അയൽവാസികളും തങ്ങൾക്കും കുറച്ച് വെള്ളം തരാമോ എന്ന് ചോദിക്കും. അവർക്കും കൂടിയുള്ള ജലം സത്യൻ വീണ്ടും കൊണ്ടുവരും. അങ്ങനെ വെള്ളം കൊണ്ടുവന്ന് ബാലസായിയുടെ തോളിൽ തഴമ്പ് മുഴയ്ക്കുക കൂടി ചെയ്തു. കുട്ടിയുടെ തോളിലെ കല്ലിപ്പ് കണ്ട് അമ്മ കാരണം തിരക്കി. വിവരം മനസ്സിലാക്കിയപ്പോൾ അമ്മ നൊമ്പരത്തോടെ പറഞ്ഞു, മക്കളെ, അവരെല്ലാം നിന്നെ ചൂഷണം ചെയ്യുകയാണ്. ഈ പ്രായത്തിൽ ഇത്രയൊന്നും വേണ്ട കുട്ടി. അമ്മേ, ഞാനല്ലാതെ പിന്നെ ആര് ഇത് ചെയ്യും? ഇതൊക്കെ ചെയ്യാനല്ലേ ഞാൻ വന്നത്. കുടിജലം കിട്ടാതെ കുട്ടികൾ എന്തും ചെയ്യും. അന്ന് ബാലസായി അരുളിയ മറുപടിയുടെ ആഴമറിയാൻ ഈശ്വരാംബയ്ക്കും പുട്ടപർത്തിക്കും വർഷങ്ങൾ വേണ്ടി വന്നുവെന്ന് മാത്രം. അമ്മയിലൂടെ ഭഗവാൻ ലോകത്തിന് നൽകിയ 2-ാം വരം. ഈശ്വരാംബയുടെ നന്മ നിറഞ്ഞ ഹൃദയം പുത്രഭാവത്തിൽ വന്ന ഭഗവാനിലൂടെ കുടിനീരായി ഒഴുകി. ലക്ഷക്കണക്കിന് വരണ്ട തൊണ്ടകൾ അതിലൂടെ ദാഹമകറ്റി. 1994 നവംബർ 22-ന് പൂർണ്ണചന്ദ്ര ഓഡിറ്റോറിയത്തിൽ സംസാരിക്കവേ ഭഗവാൻ പറഞ്ഞു, ഒരു കാര്യം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രധാനമന്ത്രി PV നരസിംഹറാവു. കുടിജലത്തിനായി ഗ്രാമീണർക്ക് നാഴികകൾ നടക്കേണ്ടി വരുന്നു. ഇതിന് ഉടൻ പരിഹാരം കണ്ടേ തീരൂ. ഈശ്വരന്റെ വരദാനങ്ങളാണ് നദികൾ. ആർക്കും അതിന്മേൽ പ്രത്യേക അധികാരങ്ങളോ അവകാശങ്ങളോ ഇല്ല. കൃഷ്ണ, ഗോദാവരി നദികളിലെ എത്രയോ ജലം ഉപയോഗിക്കപ്പെടാതെ കടലിലേക്ക് ഒഴുകിപ്പോകുന്നു. വരണ്ടുണങ്ങിയ രായലസീമയിലേക്ക് കുടിജലം എത്തിക്കണം. അതിനായി തുംഗഭദ്ര, കൃഷ്ണ നദിയിലെ ജലം ഉപയോഗിക്കണം. ഇത് നടപ്പാക്കാൻ സാമ്പത്തിക ഞെരുക്കമുണ്ടെങ്കിൽ ഞാനത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. 100 200 കോടി രൂപയായാലും അതെത്ര വലിയ സംഖ്യയായാലും ഞാനത് ഏറ്റെടുക്കാൻ ഒരുക്കമാണ്. ഇതിനുള്ള പരിശ്രമം തുടങ്ങാനും അതിനായി തന്റെ അനുഗ്രഹം ഉണ്ടാകുമെന്നും ഭഗവാൻ ഓർമ്മിപ്പിച്ചു. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങളാൽ സർക്കാർ അത് ഏറ്റെടുത്തില്ല. പക്ഷെ ഭഗവത് സങ്കല്പം നടന്നേ തീരൂ. ഭഗവാൻ സെൻട്രൽ ട്രസ്റ്റിനെ ആ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് അരുളി. എത്രയധികം ആളുകൾക്ക് ജലം കൊടുക്കാനാകുമോ അത്രയധികം പദ്ധതി വിപുലമാക്കുക. ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് പൂർത്തീകരിക്കുക. പദ്ധതി നടത്തിപ്പിന്റെ ആദ്യഘട്ടമായി സംസ്ഥാന സർക്കാരിന്റെയും ലാർസൻ ആൻഡ് ടൂബ്രോയുടെയും പ്രതിനിധികളെ ട്രസ്റ്റ് വിളിച്ചു വരുത്തി ആലോചനാ യോഗം നടത്തി. ഭഗവാന്റെ കൽപ്പന നിറവേറ്റപ്പെട്ടു. 731 ഗ്രാമങ്ങളിൽ 18,000 സ്ക്വയർ മീറ്ററിൽ 10 ലക്ഷത്തിലേറെ ഗ്രാമീണർക്ക് 1 വർഷത്തിനകം ശുദ്ധവും സുരക്ഷിതവുമായ കുടിജലം ഭഗവാൻ ലഭ്യമാക്കി. മാനവ ചരിത്രത്തിൽ ഇങ്ങനെയൊന്ന് ആദ്യം. വിസ്മയകരമായിരുന്നു ഈ പദ്ധതിയുടെ സാക്ഷാത്കാരം. ഭഗീരഥൻ ഗംഗയെ ഭൂമിയിൽ കൊണ്ടുവന്നതുപോലെ സായീശ്വരൻ ഗംഗയെ ഓരോ വീടുകളിലും എത്തിച്ചു.
സത്യസായി ട്രസ്റ്റ്, ആന്ധ്രാപ്രദേശ് സർക്കാർ, ലാർസൻ ആൻഡ് ടൂബ്രോ ഇവരിലൂടെ ഭഗവാൻ അത് ആവിഷ്കരിച്ചു. ട്രസ്റ്റിന് കെ ചക്രവർത്തി നേതൃത്വം കൊടുത്തു. ഒരു കനാൽ ഉണ്ടാക്കി അതിലൂടെ വെള്ളം കൊണ്ടുപോകാമെന്ന് സർക്കാർ നിർദ്ദേശിച്ചു. ശുദ്ധമായ കുടിജലം പൈപ്പിലൂടെ തന്നെ പോകണമെന്ന് ഭഗവാൻ ഉറപ്പിച്ചു പറഞ്ഞു. 10 മാസത്തിനകം ഇത് പൂർത്തീകരിക്കണമെന്നും അവിടുന്ന് കൽപ്പിച്ചു. സർക്കാർ പ്രതിനിധികൾ അമ്പരന്നുപോയി. പ്ലാനുകൾ ദ്രുതഗതിയിൽ തയ്യാറായി. 70 കോടി രൂപ ചെലവ് വരുമെന്ന് സർക്കാർ നിശ്ചയിച്ചു. ട്രസ്റ്റ് വിശദമായി പഠിച്ച് 170 കോടി വരുമെന്ന് അവർ വിശദീകരിച്ചു. പക്ഷേ പദ്ധതി പൂർത്തീകരിച്ചപ്പോൾ 300 കോടി. ഭീമൻ തുക ഭഗവാനെ വിചലിതനാക്കിയില്ല. മുന്നോട്ടു പോകൂ, ഭഗവാൻ കൽപ്പിച്ചു. ഭഗവാന്റെ പ്രവർത്തകർ രംഗത്തിറങ്ങി. ഗ്രാമീണർ ആശ്വാസത്തോടെ പറഞ്ഞു, ഇപ്രാവശ്യം തീർച്ചയായും നമുക്ക് വെള്ളം കിട്ടും. കാരണം ഭഗവാൻ ബാബയാണ് ഇവരെ പറഞ്ഞു വിട്ടത്. ഇതിനകം എത്രയോ സർക്കാർ പ്രതിനിധികൾ ഈ ദൗത്യവുമായി ആ മരുപ്രദേശത്തു കൂടെ നടന്നു. കണക്കുകൾ എടുത്തു. കടലാസിലൂടെ മാത്രം ജലസേചനം നടത്താനേ അവർക്ക് സാധിച്ചുള്ളൂ. കുഴൽക്കിണർ കുഴിക്കാമെന്ന് പലരും പറഞ്ഞു. പക്ഷെ ഭഗവാൻ അനുവദിച്ചില്ല. നിങ്ങൾ എന്ത് പരിഹാരം കണ്ടെത്തിയാലും അത് സുരക്ഷിതവും ദീർഘനാൾ നിൽക്കുന്നതുമായിരിക്കണം, സ്വാമി ശക്തമായി പറഞ്ഞു. അതിനാൽ നദീജലം തന്നെ ഗ്രാമങ്ങളിൽ എത്തിക്കാൻ ഒടുവിൽ തീരുമാനിച്ചു. തുംഗഭദ്രയിലെ ജലം കൂറ്റൻ ടാങ്കിൽ ശേഖരിക്കുക. അതായത് 100 ഏക്കർ വിസ്താരമുള്ള ടാങ്കുകളിൽ അവിടെ നിന്നും മലമുകളിലെ സ്റ്റോറേജ് ടാങ്കിൽ അടിച്ചു കയറ്റണം. പിന്നീട് അത് ശുദ്ധീകരിച്ച് ഗ്രാമങ്ങളിലേക്ക് പൈപ്പ് വഴി എത്തിക്കുക. 90 ദിവസത്തിനകം രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും 100 കണക്കിന് റെയിൽവേ വാഗണുകൾ 2000 കിലോമീറ്റർ ഇടാനുള്ള പൈപ്പുകൾ എത്തിച്ചു. കാടുകളിലൂടെ മലമ്പ്രദേശങ്ങളിലൂടെ 2000 കിലോമീറ്റർ നീളത്തിൽ പൈപ്പുകൾ ഇട്ടു. 600 mm മുതൽ 800 mm വരെയുള്ള പൈപ്പുകൾ. 800-ലധികം ജീപ്പുകളിൽ സൂപ്പർവൈസർമാർ നേതൃത്വം കൊടുത്ത് സദാ സഞ്ചരിച്ചു. സ്വാമി കൃത്യമായി വിവരങ്ങൾ തിരക്കുകയും നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. സ്വാമി തന്നെ പലവട്ടം ഏരിയൽ സർവേ നടത്തി. ഈ പദ്ധതിയുടെ വലിപ്പം പെട്ടെന്ന് മനസ്സിലാക്കാൻ താഴെയുള്ള ചെറിയ കണക്ക് വായിച്ചാൽ മതി. 1 ലക്ഷം മുതൽ 25 ലക്ഷം ലിറ്റർ കൊള്ളുന്ന 43 പമ്പുകൾ, 3 ലക്ഷം മുതൽ 10 ലക്ഷം ലിറ്റർ കൊള്ളുന്ന 18 സ്റ്റോറേജ് റിസർവോയറുകൾ, 20,000 മുതൽ 80,000 ലിറ്റർ വരെ കൊള്ളുന്ന 125 റിസർവോയറുകൾ, 40,000 മുതൽ 3 ലക്ഷം ലിറ്റർ വരെ ശേഖരിക്കാൻ കഴിയുന്ന 270 ടാങ്കുകൾ, സമതല പ്രദേശങ്ങളിൽ 30 മുതൽ 100 ഏക്കർ വരെ വലിപ്പമുള്ള സമ്മർ സ്റ്റോറേജ് ടാങ്കുകൾ, 13 അരിപ്പ കിണറുകൾ, 250 കുഴൽ കിണറുകൾ, 400 HP ശേഷിയുള്ള 40 പമ്പിംഗ് സ്റ്റേഷനുകൾ, കോൺക്രീറ്റിൽ നിർമ്മിച്ച 1500 വെള്ളത്തൊട്ടികൾ. ഇതിനുവേണ്ടി 15,000 ടൺ സിമന്റും 30,000 ടൺ സ്റ്റീലും ഉപയോഗിച്ചു. ഈ കണക്കിൽ നിന്നും പദ്ധതിയുടെ വലിപ്പവും ഭാരവും ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതിനെല്ലാം കൂടി എടുത്ത സമയം 1 വർഷത്തിൽ താഴെയും. ഇതെങ്ങനെ സാധിച്ചു? അതിനുള്ള ഉത്തരം ആലോചിക്കുക തന്നെ. ഈശ്വരനല്ലാതെ ഇത് ആർക്ക് ചെയ്യാനാകും? പദ്ധതിയുടെ ആദ്യ ഭാഗം 1995 ജൂലൈ 12 ഭഗവാൻ ഉദ്ഘാടനം ചെയ്തു. നവംബറിൽ പ്രധാനമന്ത്രി നരസിംഹറാവു പ്രശാന്തി നിലയത്തിലെത്തി. കഴിഞ്ഞ വർഷം താൻ കേട്ട പദ്ധതി ഭഗവാൻ നടപ്പിലാക്കിയതറിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ബാബയുടെ അനുഗ്രഹം കൊണ്ട് മാത്രം ആ തരിശുഭൂമിയിൽ കുടിജലം ഒഴുകുന്നു. അതിൽ നാം ഭാഗ്യവാന്മാരാണ്. ഭഗവാൻ അനുഗ്രഹ പ്രഭാഷണത്തിൽ അരുളി, ഒരു പ്രകൃതി വിഭവങ്ങളും ആരുടെയും സ്വന്തമല്ല. അത് എല്ലാവർക്കും ഉള്ളതാണ്. കാവേരി, ഗംഗ, കൃഷ്ണ എന്നീ നദികൾ ദേശീയ സ്വത്താണ്. ഇതിൽ തർക്കം വേണ്ടതില്ല. അതിനായി ഒരു ദേശീയ നയം കൊണ്ടുവരിക. രാജ്യം അഭിവൃദ്ധിപ്പെടും. സംസ്ഥാനങ്ങൾ തമ്മിൽ സഹോദര സ്നേഹം വേണം. അങ്ങനെയെങ്കിൽ ഈ രാജ്യത്ത് ഭക്ഷണത്തിനോ ജലത്തിനോ ഒരിക്കലും ഒരു കുറവും വരില്ല. 1996 സെപ്റ്റംബറിൽ 731 ഗ്രാമങ്ങളിലും 7 പട്ടണങ്ങളിലും കൂടി ജലം എത്തിച്ചു. ഏകദേശം 10 ലക്ഷം ജനങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടി. ബാങ്കിൽ നിന്ന് 100 കോടി കടമെടുത്താണ് സെൻട്രൽ ട്രസ്റ്റ് ജോലി പൂർത്തീകരിച്ചത്. ഈ പദ്ധതി സർക്കാരിനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ഭഗവാൻ ബാബ അരുളി, നിങ്ങളെല്ലാം എന്നെ സ്തുതിക്കുന്നു, പ്രശംസിക്കുന്നു. ഞാൻ എന്തു ചെയ്തു? ആരാണ് ഇതിന് പണം നൽകിയത്? ജനങ്ങളുടെ ധനം. ഞാനത് ജനക്ഷേമത്തിനായി ചെലവഴിച്ചു. ഭഗവാനോട് നന്ദി പറയാൻ എത്തിയ ഗ്രാമീണ ജനങ്ങളോട് അവിടുന്ന് അരുളി, എന്തിന് എന്നോട് നന്ദി പറയണം? നിങ്ങളുടെ തൊണ്ട വരണ്ടപ്പോൾ ദാഹിച്ചത് എനിക്കാണ്. ഞാൻ എന്റെ ദാഹം അകറ്റി. പിന്നീട് പല ഗ്രാമങ്ങളിലും ചെന്നൈ നഗരത്തിലും സായി ഗംഗ ഒഴുകി, ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ദാഹം ശമിപ്പിച്ചുകൊണ്ട്. ഭഗവാൻ ബാബ ഒരുക്കിയ കുടിജലം അവരുടെ ദാഹം ശമിപ്പിച്ചു. പക്ഷേ മറ്റൊരു ദാഹം അവരിൽ അതോടെ ഉണർന്നു.
ആത്മീയദാഹം. അത് അവരെ പ്രേമപാതയിലൂടെ നയിച്ച് എത്തേണ്ടിടത്ത് എത്തിക്കും. രസകരമായ സംഭവങ്ങൾ. ഉത്തരവാദിത്തപ്പെട്ടവർ പ്ലാനുകൾ തയ്യാറാക്കാനും മറ്റുമായി ഗ്രാമങ്ങളിൽ സർവേ നടത്താൻ പുറപ്പെട്ടു. കടുത്ത വേനൽക്കാലം, മണൽപ്പൊടിക്കാറ്റ് നിറഞ്ഞ പ്രദേശം. ചിന്നുകോട്ട എന്ന ഗ്രാമത്തിലെത്തിയപ്പോൾ ഗ്രാമീണർ പറഞ്ഞു, നിങ്ങളുടെ ജീപ്പ് ഇതിലെ പോകില്ല. വഴി മുഴുവൻ മണൽ മൂടി കിടക്കുന്നു. 4 ചക്രങ്ങളിലും ഗിയർ പിടിക്കുന്ന ജീപ്പ് വേണം. പ്രവർത്തകർ ആകെ നിരാശരായി. ഈ പദ്ധതി നടക്കുമോ എന്ന് പോലും അവർക്ക് സന്ദേഹം. അപ്പോഴേക്കും ഒരു ഗ്രാമീണൻ ഓടി വന്ന് പറഞ്ഞു, ഗ്രാമത്തിലെ ഒരു ഭൂവുടമയ്ക്ക് അത്തരമൊരു ജീപ്പുണ്ട്. അദ്ദേഹത്തെ കണ്ടാൽ ഒരുപക്ഷെ പ്രശ്നം പരിഹരിക്കാം. ഭഗവത് കൃപയുടെ ഒരു സൂചനയായി അത് ജീപ്പിലുണ്ടായിരുന്ന ചക്രവർത്തിക്ക് തോന്നി. അവർ ജീപ്പുടമയെ പോയി കണ്ടു, വിവരങ്ങൾ പറഞ്ഞു. ഭഗവാന്റെ പദ്ധതിയാണെന്ന് അറിഞ്ഞ ജീപ്പുടമ സന്തോഷപൂർവ്വം തന്റെ ജീപ്പ് വിട്ടുകൊടുക്കാൻ തയ്യാറായി. അവർ ജീപ്പുടമയോട് അദ്ദേഹത്തിന്റെ പേര് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, സായിനാഥ്. സ്വാമി സ്വയം തന്റെ പദ്ധതികൾ വിചിത്രമാം വിധം മുന്നോട്ട് നിൽക്കുന്നത് കണ്ട് ഭക്തന്മാർ വിസ്മയിച്ചു. സായി സങ്കല്പം സംഭവിച്ചേ തീരൂ എന്ന ഭഗവത് വാണിയിൽ പ്രവർത്തകർക്ക് ഒന്നുകൂടി വിശ്വാസമുറച്ചു. ഇത്തരം അനുഭവങ്ങൾ അവർക്ക് ധാരാളം ഉണ്ടായി. നക്സലുകളും ഒപ്പം. മറ്റൊരു ദിക്കിൽ ഭഗവത് കൃപ ഒഴുകിയത് ഇങ്ങനെ. നക്സലുകൾ ധാരാളമുള്ള ഒരു പ്രദേശം. ആ ഗ്രാമത്തിലൂടെ പൈപ്പിടുക അത്ര എളുപ്പമല്ലെന്ന് പലരും മുന്നറിയിപ്പ് നൽകി. എന്തിനേയും സംശയദൃഷ്ടിയോടെ നക്സലുകൾ കാണുന്നു. ഏതായാലും ഭഗവത് സ്മരണയോടെ സേവകർ ജോലി തുടർന്നു. പ്രതീക്ഷിച്ചതുപോലെ തടസ്സമുണ്ടായി. പക്ഷെ സായിബാബയുടെ പദ്ധതിയാണ് എന്നതറിഞ്ഞതോടെ എതിർപ്പുകൾ മാറി. മാത്രമല്ല, അവർ ആ മഹത്തായ സേവന കർമ്മത്തിൽ പങ്കുചേർന്നു. ശാരീരികമായ സകല സേവനവും അവർ നിർലോഭം ചൊരിഞ്ഞു. സായി നാമശ്രവണത്തിൽ തന്നെ ശിലാസമാനമായ ഹൃദയങ്ങൾക്ക് കൂടി സംഭവിക്കുന്ന പരിവർത്തനം, ദ്രവീകരണം സായി സേവകർ അനുഭവിച്ചറിഞ്ഞു. എന്തായാലും നല്ലതായിരിക്കണം. പലപ്പോഴും കുടിജല പദ്ധതി പൂർണ്ണമായും നടപ്പിൽ വരുത്താൻ സാധ്യമല്ലെന്ന് തോന്നിയ ഘട്ടങ്ങളുണ്ടായി. ചുമതല ഏൽപ്പിച്ചവരിൽ പലരും പല ആശയങ്ങളും സായി സന്നിധിയിൽ അവതരിപ്പിച്ചു. ഭഗവാൻ മൃദുവായി പക്ഷെ ശക്തമായി അരുളി, നിങ്ങൾ എന്ത് പരിഹാരം കണ്ടെത്തിയാലും കുഴപ്പമില്ല, പക്ഷെ അത് നല്ലതാകണം, ദീർഘകാലം നിലനിൽക്കുന്നതാകണം. കുറച്ചുകാലം നടത്തിയിട്ട് നിലച്ചു പോകുന്ന യാതൊന്നും ചെയ്യേണ്ടതില്ല. അത്തരം പദ്ധതികളൊന്നും സായിക്ക് വേണ്ട. ഈ ഉത്തരത്തിൽ ഭഗവാന്റെ സങ്കല്പം പൂർണ്ണമായും എന്തെന്ന് വ്യക്തമായിരുന്നു. അവിടുന്ന് തന്നെ അത് നടപ്പാക്കാനുള്ള വഴിയും വേഗത്തിൽ ഒരുക്കും. നല്ലതേ സായി നൽകൂ, കാരണം അവിടുന്ന് ജഗൽപിതാവാണ്. എല്ലാവരും സായിക്കൊപ്പം. അത്യത്ഭുതം പോലെ പദ്ധതികൾ മുന്നോട്ട് നീങ്ങി. സായി നാമശബ്ദം ഏതു തടസ്സങ്ങളെയും ദ്രവിപ്പിച്ച് അകറ്റുന്നതായിരുന്നു. വ്യാപാര ഏജൻസികൾ ഈ പദ്ധതിയുടെ പിന്നിലുള്ള സായി പ്രേമത്തിന്റെ ആഴം കണ്ട് തങ്ങളുടെ കച്ചവട താല്പര്യങ്ങൾ പൂർണ്ണമായും അവഗണിച്ചു. ഈ കാരുണ്യ പ്രവർത്തനത്തിൽ തങ്ങൾക്കും പങ്കെടുക്കാൻ ഒരവസരം കിട്ടിയതായി അവർ കരുതി. സർക്കാർ വകുപ്പുകളും ജീവനക്കാരും ശരിയായ അർത്ഥത്തിൽ തന്നെ ജനസേവകരായി. ഒരുപക്ഷെ ഈ പ്രവർത്തനത്തിലൂടെ ഭരണകർത്താക്കളെയും ഉദ്യോഗസ്ഥരെയും ഭഗവാൻ ത്യാഗത്തിന്റെ, സേവനത്തിന്റെ മഹത്വവും അവരുടെ ധർമ്മവും പ്രേമപൂർവ്വം പഠിപ്പിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. വിളവെടുക്കാറായ വയലിലൂടെ പൈപ്പിടാനുള്ള ചാല് കീറേണ്ടി വന്നപ്പോൾ ഭൂവുടമകൾ ചെറിയൊരു തടസ്സം പോലും പറഞ്ഞില്ല. മറിച്ച് അവരെല്ലാം ഈ പ്രേമ പദ്ധതിയിൽ തങ്ങൾക്കാവുന്ന പങ്ക് നിർവഹിക്കുകയായിരുന്നു. 8 മാസമായപ്പോഴേക്കും ജലവിതരണ പദ്ധതിയുടെ 3/4 ഭാഗവും പൂർത്തിയായി. ആ സമയം പ്രശാന്തി നിലയം പൂർണ്ണചന്ദ്ര ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി PV നരസിംഹറാവു 1995 നവംബർ 18 പദ്ധതി പ്രതീകാത്മകമായി ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം പ്രസംഗിക്കവേ പറഞ്ഞു, ഭഗവാൻ ബാബ റായലസീമയിലെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നത്തെക്കുറിച്ച് ഏതാണ്ട് 1 വർഷം മുമ്പ് ഇവിടെ വെച്ച് തന്നെ പരാമർശിച്ചിരുന്നു. ഈ ഒരു വളരെ കുറഞ്ഞ കാലയളവിൽ എങ്ങനെ ഇത്രയും കാര്യങ്ങൾ നടപ്പായി എന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. അനന്തപൂർ ജില്ല എനിക്ക് ശരിക്കും അറിയാം. അവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു മന്ത്രിയുമായിരുന്നു ഞാൻ. രൂക്ഷമായ വരൾച്ചയുള്ള സ്ഥലം, ഉള്ള ജലം തന്നെ കുടിക്കാനും കൊള്ളില്ല. അവിടെ ഇതാ ഇപ്പോൾ ശുദ്ധമായ കുടിജലം സമൃദ്ധമായി ഒഴുകുന്നു. ഇതിനെ എന്താണ് പറയുക? ഇത് ഭഗവത് സങ്കല്പം തന്നെ. ഭഗവത് കൃപ നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞ നാമെല്ലാം മഹാഭാഗ്യവാന്മാർ തന്നെ. സായി കൃപയിൽ ഇന്നിതാ അനന്താപുവർ, അനന്ത ദാരിദ്ര്യം ആനന്ദപുരമായി തീർന്നിരിക്കുന്നു. ഭഗവാൻ പ്രഭാഷണത്തിൽ ഭാരതത്തിന് വേണ്ട വഴി തുറന്നു കാണിച്ചു. ഭാരതം ദരിദ്രമല്ല, ധാരാളം നദികൾ നമുക്കുണ്ട്. കാവേരി, കൃഷ്ണ, ഗംഗ എന്നീ പുണ്യനദികൾ ദേശീയ സ്വത്തായി പരിഗണിക്കണം. കലഹിച്ചും തർക്കിച്ചും നദികളുടെ ജലം നഷ്ടപ്പെടുത്തുകയാണിന്ന്. ഐക്യമാണ് വേണ്ടത്. പ്രധാനമന്ത്രി ഒരു ദേശീയ നയം കൊണ്ടുവരിക. ഈ ഭീമൻ പദ്ധതി എങ്ങനെ നിലനിർത്തുമെന്ന ചിന്തയ്ക്കും സ്വാമി പരിഹാരമരുളി.
ഒരു വർഷം ട്രസ്റ്റ് തന്നെ ഈ പദ്ധതി നടത്തും. അതിനകം പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹരിക്കാനും കഴിയും. അതിനുശേഷം ഈ പദ്ധതി പൂർണ്ണമായും ആന്ധ്രാപ്രദേശ് സർക്കാരിന് കൈമാറും. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ കാലയളവിൽ ഈ പദ്ധതി കൊണ്ട് നടക്കാനുള്ള പരിശീലനവും നൽകുന്നതായിരിക്കും. 1997 ഒക്ടോബർ 11 കുടിജല വിതരണ പദ്ധതി എല്ലാ ആസ്തികളോടും കൂടി ആന്ധ്ര സർക്കാരിന് കൈമാറി. സായി കുൽവന്ത് ഹാളിലായിരുന്നു ആ ചടങ്ങ് നടന്നത്. അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ എൻ ചന്ദ്രബാബു നായിഡു പദ്ധതി ഏറ്റുവാങ്ങി. മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ നന്ദി ഭഗവാനെ അറിയിച്ചു. സർക്കാർ ചെയ്യേണ്ടതാണ് ഇക്കാര്യം. സർക്കാരിന് കഴിയാതിരുന്ന ഈ മഹത് പദ്ധതി ഒറ്റയ്ക്ക് ഭഗവാൻ ബാബ ചെയ്തു തീർത്തു. ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എത്ര ഗംഭീരമായി എങ്ങനെ പരിഹരിച്ചു എന്നതിന് മാതൃകയാണ് ഈ സംഭവം. മറുപടി പ്രഭാഷണത്തിൽ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും എന്നെ പ്രശംസിക്കുന്നു. പക്ഷെ ഞാൻ എന്താണ് ചെയ്തത്? ഈ പദ്ധതിക്ക് വേണ്ടി ആരാണ് പണം നൽകിയത്? ഇതെല്ലാം ജനങ്ങളുടെ പണം. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ചെലവഴിക്കപ്പെട്ടു. എന്റെ കയ്യിൽ എന്താണുള്ളത്? സ്വാമി 2 കൈകളും ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. ഈ കൈകളിൽ യാതൊന്നുമില്ല. പിന്നീട് സ്വാമി മൃദുവായി ഇങ്ങനെ പതുക്കെ മൊഴിഞ്ഞു, ഈ കൈകളിലാണ് എല്ലാം. ഗംഭീരമായ ഹർഷാരവങ്ങൾക്കിടയിൽ ഭഗവാൻ പ്രഖ്യാപിച്ചു, അടിമുതൽ മുടി വരെ എന്റെ മുഴുവൻ അസ്തിത്വവും ജനസേവനത്തിന് വേണ്ടി അർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി എന്ത് തന്നെ ചെയ്യാനും ഞാൻ തയ്യാർ. അതിനുവേണ്ടി പ്രശാന്തി നിലയം കൊടുക്കാൻ പോലും ഞാൻ മടിക്കില്ല. ഞാൻ നിങ്ങളെ സഹായിക്കാനും സേവിക്കാനും സദാ തയ്യാറായിരിക്കുന്നു. നിങ്ങൾ ഏതു ഗ്രാമത്തിലോ ജില്ലയിലോ സംസ്ഥാനത്തിലോ ആകട്ടെ, അതൊന്നും ഞാൻ പരിഗണിക്കുന്നില്ല. മതപരമോ പ്രാദേശികമോ ദേശീയമോ ആയ വിഭിന്നതകളൊന്നും ഞാൻ ഗണിക്കുന്നില്ല. കുടിവെള്ള പദ്ധതി ഏറ്റെടുത്തപ്പോൾ നമ്മുടെ ട്രസ്റ്റ് അംഗങ്ങൾ പറഞ്ഞു, സ്വാമി, ട്രസ്റ്റിലെ ഫണ്ട് അപര്യാപ്തമാണ്. ഭീമമായ ഈ പദ്ധതി എങ്ങനെയാണ് ആരംഭിക്കുക? ഞാൻ അവർക്ക് ഉറപ്പ് കൊടുത്തു, അതെന്റെ കാര്യം. നല്ല പദ്ധതികൾ മുഴുമിക്കുന്ന കാര്യം ഉറപ്പാണ്. അത് ഞാൻ നോക്കിക്കോളാം. ഒരു തടസ്സവുമില്ലാതെ ആ പദ്ധതി നടപ്പായിരിക്കുന്നു. അടിസ്ഥാന ആവശ്യങ്ങൾ നേടാൻ ഭാരതീയർ സ്വാശ്രയത്വം, പരസ്പര സഹകരണം എന്നീ ഗുണങ്ങൾ വളർത്തിയെടുക്കണം. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം UN ഹാബിറ്റാറ്റും ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കും സംഘടിപ്പിച്ച ന്യൂഡൽഹിയിലെ ഒരു സെമിനാറിൽ അനന്തപൂർ കുടിവെള്ള പദ്ധതി അവതരിപ്പിക്കപ്പെട്ടു. ഒരു അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനത്തിന്റെ പ്രതിനിധി ചോദിച്ചു, ഇതുപോലുള്ള ഭീമമായ ആസ്തികൾ സർക്കാരിന് എങ്ങനെയാണ് സായിബാബ വെറുതെ കൊടുക്കുന്നത്? അതെങ്ങനെ കഴിയും? മുതൽ മുടക്കിന് എന്താണ് തിരിച്ചു കിട്ടുക? മറ്റു ചിലർ ചോദിച്ചു, സർക്കാരിന്റെ ഉത്തരവാദിത്തമുള്ള ഒരു മേഖലയിൽ എന്തിനാണ് സായിബാബ ഇടപെട്ടത്? എന്താണ് ഇതിൽ സായിബാബയുടെ താല്പര്യം? സൗമ്യതയോടെയും അതേസമയം ഗാംഭീര്യത്തോടും അവരോട് ഭഗവാന്റെ പ്രതിനിധി പറഞ്ഞു, ഭഗവാൻ ശ്രീ സത്യസായിബാബയുടെ ധനം നിസ്വാർത്ഥ പ്രേമവും കാരുണ്യവുമാണ്. യൂറോകളും ഡോളറുകളുമല്ല. ധനനിക്ഷേപം പ്രേമം. അതിൽ നിന്ന് തിരിച്ചു കിട്ടുന്നതും പ്രേമം തന്നെ. എന്തും ഏതും പണത്തിന്റെ അളവുകോലിൽ കാണുന്ന ലോകത്ത് ഈശ്വരൻ കൊണ്ടുവന്ന പുതിയ വിലയേറിയ നാണയമാണ് പ്രേമം. ഓം തത് സത്.